പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖൻ. ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാം. തലയുടെ പുറകിൽ ഇംഗ്ലീഷ് അക്ഷരം യു പോലെയുള്ള മനോഹരമായ രൂപം. പേടിപ്പിക്കാൻ വേണ്ടി പത്തി വിടർത്തുമെങ്കിലും സാധാരണയായി ഇവ മനുഷ്യരിൽ നിന്ന് മാറിപ്പോകാനാണ് ശ്രമിക്കുക. പക്ഷേ സൂക്ഷിക്കണം, മൂർഖന്റെ വിഷം നാഡീവ്യൂഹത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. കടിയേറ്റാൽ പേശികൾക്ക് തളർച്ചയുണ്ടാകാം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. കറുത്ത ശരീരത്തിൽ വെളുത്ത വളയങ്ങളുള്ള സുന്ദരൻ പാമ്പ് വെള്ളിക്കെട്ടൻ, കോമൺ ക്രൈറ്റ് എന്നും അറിയപ്പെടുന്നു. കാണാൻ ഭംഗിയുണ്ടെങ്കിലും പുള്ളി അത്ര നിസ്സാരനല്ല. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകളിൽ ഒരാളാണ്. രാത്രിയിലാണ് കൂടുതൽ സജീവം, അതുകൊണ്ട് തന്നെ നല്ല പോലെ സൂക്ഷിക്കണം. ഇതിന്റെ വിഷവും നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. കടിയേറ്റാൽ സാധാരണയായി വലിയ വേദനയോ നീരോ ഉണ്ടാവില്ല, പക്ഷേ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് വരാം. ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്ന അണലി. ശരീരത്തിലെ പ്രത്യേക വലയങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണയായി ഒരേ സ്ഥലത്ത് കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവയെ തൊട്ടാലാണ് പ്രശ്നം. മിന്നൽ വേഗത്തിൽ ആക്രമിക്കും. അണലിയുടെ വിഷം രക്തചംക്രമണ വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്. കടിയേറ്റാൽ നല്ല വേദനയും നീരും ഉണ്ടാകും. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരാം. പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല. ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പ്. സാധാരണയായി വനപ്രദേശങ്ങളിലാണ് കൂടുതലായും കാണുന്നത്. നമുക്ക് ചുരുട്ടയണലിയെക്കുറിച്ച് പറയാം. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. നല്ല വിഷമുള്ള കൂട്ടത്തിലാണ്. ഇംഗ്ലീഷിൽ സോ സ്കെയിൽഡ് വൈപ്പർ എന്നാണ് പേര്. അറിവാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക.